ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൈക്കോ സുഷൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഗാർഡനിലേക്ക് സുന്ദരിയായിട്ടുള്ള ഒരു ചെടിയെക്കുറിച്ച് പറയാനാണ് കേട്ടോ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഗൈസ്, നമ്മുടെ ഗാർഡനിലൊക്കെ വളരെ സുന്ദരിയായി നിൽക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ സാധാരണ രീതിയിൽ കണ്ടിട്ടുള്ളതും ആയിട്ടൊക്കെ ഉള്ള കോഴിപ്പൂവ് എന്ന് സാധാരണ എല്ലാവരും പറഞ്ഞു കളയുന്ന ഒരു ചെടിയാണ്. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേറെ പല പേരുകളുണ്ട്. വെൽവെറ്റ് പൂവെന്ന പേരുണ്ട്, അതുകൂടാതെ സെലോഷിയ എന്നൊക്കെ പേര് പറയുന്നുണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ വായിച്ചറിഞ്ഞത് വെച്ച് പറയുകയാണെങ്കിൽ സെലോഷിയ എന്ന് പറയുന്നതാണ് കേട്ടോ നമ്മുടെ ഈ പൂവിൻ്റെ യഥാർത്ഥ നാമം. ചൈന, അമേരിക്ക, ആഫ്രിക്ക എന്നീ പ്രദേശങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം കേട്ടോ. സെലോഷിയ എന്ന് പറയുന്ന നമ്മുടെ ഈ കോഴിപ്പൂവ് ദീർഘനേരം പൂക്കുന്ന ഒരു വാർഷിക സസ്യമാണ് കേട്ടോ. ഇത് നിവർന്നു നിൽക്കുന്ന തണ്ടുകളിൽ തൂവൽ പോലുള്ള തിളക്കമുള്ള നിറങ്ങളിലുള്ള പൂക്കളുണ്ട്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ സാധാരണ കോഴിപ്പൂവ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് കേട്ടോ. വേനൽക്കാലത്തും ശരത്കാലത്തും പൂക്കൾ വിരിയുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. പുതുതായി മുറിച്ചതോ ഉണങ്ങിയതോ ആണ് ഇവയുടെ പൂക്കൾ. സാധാരണ രീതിയിൽ ഇതിൻ്റെ വിത്തെന്ന് പറയുമ്പോഴത്തേക്ക് വളരെ കൂടുതലാണ് ഇതിൻ്റെ വിത്തുകൾ ഉണ്ടാകുക കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇതിൻ്റെ തന്നെ അടർന്ന് വീഴാറായി നിൽക്കുന്ന വിത്തുകളാണ് കേട്ടോ. ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയിൽ ഈ ചെടി നന്നായി വളരും കേട്ടോ. ഈ വിത്ത് വീഴുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഈർപ്പമുള്ള സ്ഥലമാണെങ്കിൽ ഇതിന് മണ്ണ് അത്യാവശ്യ ഘടകമൊന്നുമല്ല. സാധാരണ രീതിയിൽ ഉള്ള ഒരു ചെറിയൊരു മണ്ണിൻ്റെ ഒരു അംശമുണ്ടെങ്കിൽ അവിടെ ഉറപ്പായും ഈ ചെടി പൊടിച്ച് കയറുകയാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് വരെ ഇത് ആ രീതിയാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു ഗാർഡനായിട്ട് സൈഡ് കെട്ടിയിരിക്കുന്നതിൻ്റെ സൈഡിലാണ് ഇത് പെട്ടെന്ന് പൊടിച്ച് കയറുന്നത് കേട്ടോ. അത് അത്രയും എന്ന് പറഞ്ഞാൽ അത്രയും ഒരുപാട് നമ്മുടെ പരിചരണം ഒരുപാട് വേണ്ട എന്നുള്ള ഒരു ചെടിയാണ്. ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ ഈ ചെടി നന്നായി വളരും കേട്ടോ. നൈജീരിയയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇലച്ചെടിയാണിത്. മഴക്കാലത്ത് വളരുന്ന ഇത് മറ്റ് സസ്യങ്ങൾ പൂപ്പലൊക്കെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ചെടി വളരെ നല്ല രീതിയിൽ ഒരു രോഗബാധയോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ വളർന്നു കിട്ടും കേട്ടോ. നമ്മുടെ ഈ വെൽവെറ്റ് പൂവിന് ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പർപ്പിൾ, വെള്ള എന്നീ കളറുകളിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. തേനീച്ചകളെയും ശലഭങ്ങളെയും നല്ല രീതിയിൽ ആകർഷിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ഈ പൂവിനുണ്ട് കേട്ടോ. സെലോഷിയ എന്ന് പറയുന്ന ഈ ചെടിയ അർജൻറ്റിയ അഥവാ ലാഗോസ് ചീര എന്നും അറിയപ്പെടും കേട്ടോ. അതുകൂടാതെ തന്നെ കാടപ്പുല്ല്, സോക്കോ, പിന്നെ തൂവൽ കോക്ക് കൊമ്പ് എന്നും അറിയപ്പെടും കേട്ടോ. വടക്കൻ തെക്കേ അമേരിക്ക, ഉഷ്ണമേഖല ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ ഇതൊരു തദ്ദേശീയ അല്ലെങ്കിൽ പ്രകൃതിദത്ത കാട്ടുപൂവായി വളർത്തുന്നുണ്ട് കേട്ടോ. കൂടാതെ പോഷക സമൃദ്ധമായ ഇലക്കറിയായ പച്ചക്കറിയായും കൃഷി ചെയ്യുന്നു എന്നാണ് സാധാരണ രീതിയിൽ വായിച്ചറിഞ്ഞത്. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിനെക്കുറിച്ച് പച്ചക്കറിയാണ് എന്ന് പറയുന്നത് നമ്മളത് നല്ല രീതി അത് ഒത്തുപോകുന്നതുമില്ലല്ലേ, നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അതുകൂടാതെ തന്നെ ഇത് പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇതൊരു പരമ്പരാഗത വിഭവമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ നമ്മുടെ ഈ കോഴിപ്പൂവിൻ്റെ ഈ ഒരു കളർ മാത്രമേ ഇപ്പം ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ അല്ലാതെ വീഡിയോയിലൊക്കെ കണ്ടപ്പം ഇതിൻ്റെ മഞ്ഞയും വെള്ളയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഗാർഡനിലൊക്കെ പോകുമ്പോൾ കിട്ടുകയാണെങ്കിൽ അതും കൂടിയൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഗാർഡനിൽ അതും കൊണ്ട് നിറയ്ക്കണമെന്നാണ് കേട്ടോ ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതെ, ഇതിൻ്റെ തന്നെ വെൽവെറ്റ് എന്ന് പറയുന്നതിന് ഒരു വിഭാഗം, ഇതിന് നല്ല ഇത്തുകൂടെ വലിയ പൂവായിട്ടുള്ള ഒരു വിഭാഗം ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അതാണോ എന്ന് അറിയത്തില്ല. നമുക്ക് ഈ പച്ചക്കറി ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ കണ്ടപ്പോൾ ഇതിൻ്റെ പൂക്കളുടെ ഒരു സൗന്ദര്യം കണ്ടിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് അറിയണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് വായിച്ചതും ഇതിനെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇത് മണ്ണ് ഓവറായിട്ട് വേണ്ട നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇത് കണ്ടോ, ഇത് തന്നെ നമ്മളൊരു കല്ലിൻ്റെ പുറത്ത് ഒരു വിത്ത് വീണതിന് ശേഷം അവിടെ തന്നെ നിന്നങ്ങ് പൊടിച്ചാണ്. മറിഞ്ഞു പോലും വീഴാതെ ഏകദേശം ഒരാൾ പൊക്കത്തിന് മേലിലാണ് ഇത് പൊങ്ങി നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ചെടി സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെയൊന്നും ആരും അങ്ങനെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചെടിയല്ല. ഇത് ഞങ്ങളുടെ ഗാർഡനിലൊരു കുഞ്ഞു തൈയാണ് കേട്ടോ. ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് കേട്ടോ അതിലൊരു പൂവൊക്കെ വന്നത്.
ഇത് ഒറ്റ തൈയേ ഉള്ളൂ. ഇത് നമ്മളെ ഒരു ചെറിയ ചട്ടിയിൽ നട്ടു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു ക്രിസ്തുവരൻ ഞാൻ പോകുന്ന സ്കൂളിലെ ഒരു ചെടിയാണ് കേട്ടോ. ഇത് അവിടെ നിർത്തിയിരിക്കുന്നതാണ്. അത് വളരെ വിശാലമായതങ്ങ് നിൽപ്പുണ്ട്. ആ തൈ അവർ കളയാത്ത രീതിയിൽ നിർത്തിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി, അതിനെക്കുറിച്ച് അറിയണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ എന്തായാലും നമ്മൾ ഗാർഡൻ വീഡിയോസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തുകൂടാ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു വീഡിയോ കൂടെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇവിടെ ഈ ചെടിക്ക് വലിയ പരിചരണം ഒന്നും കൊടുക്കുകയോ അല്ലെങ്കിൽ വെട്ടി നിർത്തുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ഇത്രയും നല്ല ഹൈറ്റിലൊക്കെ ഇത് നിൽക്കുന്നത് കേട്ടോ. കാരണം നല്ല കുറ്റിയായിട്ട് ചെറിയ രീതിയിൽ നല്ലതുപോലെ വളർത്തിയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. പൂക്കളൊക്കെ നല്ല രസമാണ്. അതിന്റെ ഇലകൾക്കും ഉണ്ട് കേട്ടോ ഒരു ഭംഗി, നല്ല ഭംഗിയാണ്. ഏറ്റവും കൂടുതൽ പൂക്കളായിട്ടാണ് നിൽക്കുന്നത്. ഇതുണ്ട്, നല്ല പൊക്കമുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഈ കോഴിവാലൻ ചെടി നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഈ കോഴിവാലനൊക്കെ നട്ട് വളർത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും പറയുമ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്